നമസ്കാരം. BJPയുടെ ക്രൈസ്തവ സഭകളോടുള്ള മമതയെപ്പറ്റി വലിയ തോതിൽ വിമർശനം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നിരിക്കുന്നുവെന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ കേക്കുമായി അരമനകൾ തോറും കയറിയിറങ്ങി നടക്കുമെന്ന് താൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. രാജ്യത്തുടനീളം ക്രൈസ്തവർക്കെതിരെയും വൈദികർക്കും സുവിശേഷ പ്രവർത്തകർക്കുമെതിരെയും വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അവരിൽ പല ആളുകളും ജയിലിലാണെന്നും VD സതീശൻ ഇതിനോട് ചേർത്ത് ക്ലബ് ചെയ്ത് പറയുന്നുണ്ട്. BJPയുടെ കാപട്യം നേരത്തെ തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയതാണെന്നും ഛത്തീസ്ഗഡിലെ സംഭവത്തോടുകൂടി ബാക്കിയുണ്ടായിരുന്ന കാര്യങ്ങൾ ചിലർക്ക് ഒക്കെ തന്നെ വ്യക്തമായിട്ടുണ്ട് എന്നും VD സതീശൻ പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാവർക്കും അറിയാം, രാജ്യത്തുടനീളമുള്ള ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ടെന്ന്. 834ാമത്തെ സംഭവമാണ് ഒരു വർഷത്തിനുള്ളിൽ നടന്നത്. ഒരുപാട് വൈദികരും പാസ്റ്റർമാരും ക്രൈസ്തവരും എല്ലാം തന്നെ ജയിലിലാണ്. ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ് കേക്കുമായി വരുന്നതെന്ന് 2023 ഡിസംബറിൽ ക്രിസ്മസ് കാലത്ത് താൻ പറഞ്ഞതാണ്. ആട്ടിൻതോൽ ഇട്ട ചെന്നായ്ക്കൾ കേക്കുമായി അരമനകൾ തോറും കയറി ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ക്രൈസ്തവ സഭ അധ്യക്ഷന്മാരോടും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും താൻ അന്നേ പറഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായില്ലേ? BJP ഇടപെട്ടിട്ടാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതെന്ന് പറയുന്നു. ഇപ്പോൾ കോടതിയാണ് ജാമ്യം കൊടുത്തിട്ടുള്ളത്, അല്ലാതെ BJP എന്ന പാർട്ടിയല്ല. ഛത്തീസ്ഗഡിൻ്റെ പ്രോസിക്യൂഷനും ബജ്റംഗ് ദളും എതിർത്തിട്ടും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് NIA കോടതി കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുത്തത്. ആ കേസ് തന്നെ കോഷ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതിനുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ആർക്കും കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകുമെന്നും VD സതീശൻ പറയുന്നുണ്ട്. കൃത്യമായും ഈ VD സതീശൻ്റെ വാക്കുകൾ സത്യം തന്നെയാണ്. കാരണം 2023 ഡിസംബർ കാലഘട്ടത്തിൽ BJPയുടെ നേതാക്കൾ പ്രധാനപ്പെട്ട എല്ലാ സഭാ ആസ്ഥാനങ്ങളിലുമൊക്കെ എത്തി അവിടുത്തെ പ്രധാനപ്പെട്ട മതമേലധ്യക്ഷന്മാർക്കും അവിടുത്തെ തിരുമേനിമാർക്കും ബിഷപ്പുമാർക്കും ഒക്കെ ഈ തരത്തിലേക്കുള്ള ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശംസാ കാർഡുകളും കേക്കുകളും ഒക്കെ വിതരണം ചെയ്തപ്പോൾ അന്ന് VD സതീശൻ പറഞ്ഞൊരു വാക്കാണിത്: ആട്ടിൻതോലിട്ട് വരുന്ന ആളുകൾ തന്നെയാണ്, ചെന്നായ്ക്കൾ തന്നെയാണ് ഈ കേക്കുമായി വരുന്നത്. നിങ്ങൾ അവരെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. സ്വാഭാവികമായി അത് ഓർത്തെടുക്കുന്നു. ഇതിപ്പോൾ യാഥാർത്ഥ്യമായില്ലേ എന്നാണ് ഇപ്പോൾ മേലധ്യക്ഷന്മാരോടും സഭാ അധ്യക്ഷന്മാരോടുമൊക്കെ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള തെരുവിലിറങ്ങിയുള്ള ഒരു സമരം തന്നെ കേരളത്തിൽ കാണുകയുണ്ടായി. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം നമ്മൾ വ്യക്തിപരമായി സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട സഭയുടെ ഒരു പ്രധാനപ്പെട്ട രൂപതയുടെ വികാരി ജനറൽ തന്നെ പറഞ്ഞത് സ്വാഭാവികമായും ഇത്തരത്തിൽ BJPയുടെ കാപട്യം ഞങ്ങൾക്കറിയാം. വോട്ടിന് വേണ്ടി ഇത്തരത്തിലുള്ള പിപ്പിടികളൊന്നും ഇനിയും ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വിലപ്പോകില്ല. പക്ഷേ BJP വലിയ തോതിൽ പ്രതിരോധത്തിലായ ഒരു വിഷയം തന്നെയാണിത്. പക്ഷേ ഇപ്പോഴും BJP ആണ് ഈ ക്രൈസ്തവ കന്യാസ്ത്രീകളുടെ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് പല ക്രൈസ്തവ മത നേതാക്കളും BJP നേതാക്കളെ കാണുന്നു, അവർക്ക് കേക്കുകൾ നൽകുന്നു എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട സഭകളിൽ, അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് 60ഓളം രൂപതകളുള്ള പ്രധാനപ്പെട്ട സഭയായിട്ടുള്ള കത്തോലിക്ക സഭയിലെ പല മേഖലയിൽപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരും ഇപ്പോൾ BJPയുടെ കാപട്യത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അവരുടെ ആ ഒരു വലിയ ഊർജ്ജത്തെ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഛത്തീസ്ഗഡിൽ നടന്ന വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവത്തിൽ BJP ഈ ഒരു വിഷയത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്തു എന്ന തരത്തിലേക്ക് വരുന്ന വാർത്തകളിൽ സ്വാഭാവികമായും അതിൽ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ അതിനകത്ത് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്, അല്ലാതെ BJPയുടെ സംസ്ഥാന കമ്മിറ്റിയോ കേന്ദ്ര കമ്മിറ്റിയോ ഒന്നുമല്ല. സ്വാഭാവികമായും കുബരിയായി ഏതെങ്കിലും തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയിൽ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്ന ഒരു പൊതുബോധം എന്തുകൊണ്ട് ചില ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർക്ക് ഇല്ലാതാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം.